ചെറിയ മീൻ അടിച്ചപ്പോഴത്തേന് ചെറുക്കൻ വിയർത്ത് പണ്ടാരടയി കളഞ്ഞു. നമസ്കാരം, അജയാണ് വിഷു വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാം വീഡിയോ പിടുത്തമെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. നമുക്ക് കിട്ടിയ മീനോട് കിടപ്പുണ്ട്. എടാ ഒന്ന് എടുത്തടാ. അതിനകത്ത് രോഹു വലിയ കാര്യമായിട്ടൊന്നും അടിച്ചില്ല. രോഹു ഉണ്ട്, മൃഗാലുണ്ട്, തൂളിയുണ്ട്. തൂളി അത്യാവശ്യം ഇന്നലെയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ വെച്ച് അതോട്ട് വെച്ച് അല്ല ചെറിയ തൂളി ഇത് രോഹുവൊക്കെയാണ്. മൃഗാല് കുഴപ്പമില്ല, 3 കിലോയ്ക്ക് മേലുണ്ട്. ഇത് പിടിക്കുന്ന വീഡിയോ ആണിന്ന്. അപ്പോൾ ഇത് ഒറ്റ ലാസ്റ്റെല്ലാം കഴിഞ്ഞ് തീറ്റയൊക്കെ തീർന്ന് ഇനി ഒരു തീറ്റയ്ക്കകത്തോട്ട് ഇച്ചിരി തീറ്റ കിടപ്പുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് കയറി പോവാണ്. അപ്പോൾ ചെറിയൊരു മീൻപിടുത്തം വീഡിയോ. എടുക്കെടുക്ക്, എടുക്ക്. അവിടെ ഒരു മീൻ അടിച്ചു. മീനുണ്ടോ? ഉടക്കിക്കുവാണോ? ലൂസാക്കിയിട്ട് മറ്റേതിലൊന്നും കയറ്റാതെ ചുറ്റേ. അതിൻ്റെ ഇടപാട് കണ്ടോ? പരിവായി ചെറുക്കൻ. ചെറിയ മീൻ അടിച്ചപ്പോഴത്തേന് ചെറുക്കൻ വിയർത്ത് പണ്ടാരടയി കളഞ്ഞു. പ്രവർത്തനം നോക്കട്ടെ. കപ്പലെല്ലാം വന്നത്.
മുമ്പേ കിട്ടിയ സൈസാണോ? നല്ല മഴക്കാരൊക്കെ മഴ പെയ്യാനൊക്കെ തുടങ്ങുന്നു. അതുകൊണ്ട് വളർത്തു കഴിഞ്ഞ പറഞ്ഞ മതി. തൂളിയുണ്ട്, എടുത്തു ഇവിടെ ഒരെണ്ണം മറിഞ്ഞു. തൂളി ഉണ്ടടാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ആ പുല്ലയിലോട്ട് കയറ്റാതെ എടുക്കാൻ പേര്. ശരിയാ, വലിയ സൈസില്ലാത്തൊരു തൂളിയാണ്. അത് പറഞ്ഞു പോലെ ചുണ്ടത്ത എടുത്ത് വലിക്കത്തിട്ട്. അല്ല, പോയി പറഞ്ഞു. എൻ്റെ മഴ വീണു. മഴ വീണു ആ സമയത്ത്. ഇത് ഇവിടോട്ട് മഴയായില്ല. അതിന് മുന്നേ പോയോടത്? ഇല്ലില്ല, പോയോ? നശിപ്പിച്ച്. നല്ല അടിപൊളി മഴ പെയ്യാണ്. ആ എടുക്ക്, ഏതെങ്കിലും എടുക്ക്. മറ്റേത് മണി അടിച്ചോണ്ടിരിക്കുക. എടാ പോയി. അതേ കൊണ്ട് കയറ്റിയിട്ടല്ലേ. ഇനി അടുത്തടേ അത് കളഞ്ഞിട്ടുണ്ട്. തുളി ഇത് നല്ല തുളിയാണ്. ഒരു പരലും കിടപ്പുണ്ടായിരുന്നു. തുളി വളർത്തുന്നേട്ടോ. മേളിൽ ചാടിയത് കുറച്ച്. അല്ല, ചാടിയത്. അത്യാവശ്യം സൈസുള്ള ഒരെണ്ണമാണ്. അപ്പോൾ ഇത് മൃഗാലിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം നമുക്ക്. 3.5 കിലോ, 3,600 ഉണ്ട്.
മൂന്നിറങ്ങുന്നല്ലേ ഏജി കുഴപ്പമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ചൂണ്ടലൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇത് എല്ലാം 4000 6000 റേഞ്ചിലുള്ള സാധനമാണ്. ഇതും സ്ട്രൈക്ക് ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ഡൈവയുടെ. പിന്നെ FX 4000 ഉണ്ട്. സ്ട്രൈക്ക് ഫോഴ്സ് തന്നെ വേറെ ഉണ്ട്. ഇത് അത് ബാക്ക് പ്ലറിയുടെ ഒരു ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു റീലാണ്. പിന്നെ റോഡ് വൈൽഡ് ക്യാറ്റ്, ഷേക്സ്പിയറിൻ്റെ വൈൽഡ് ക്യാറ്റ് ഉണ്ട്. പിന്നെ ഇത് എന്തുവാ ഷിമാന ക്രൂസറിൻ്റെ ഇത് പോലല്ല, ഇത് മറ്റേ സോളിഡ് ഫൈബർ തന്നെയാണ്. സോളിഡ് ഫൈബറിൻ്റെ റോഡ് വേറെ ഉണ്ട്. ഇതെല്ലാമാണ് നമ്മുടെ ഉപയോഗം. ഇത് പിന്നെ ഇങ്ങനെ എറിഞ്ഞിട്ട് വെക്കുന്നതുകൊണ്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി സോളിഡ് ഫൈബറൊക്കെ ആകുമ്പോഴത്തേന് ഇച്ചിരി സുഖമാണ് എറിഞ്ഞിടാൻ വേണ്ടി. അപ്പോൾ ഇച്ചിരി ലോങ് എറിഞ്ഞിടാറുണ്ട്. അപ്പം വെച്ച് ഈ 150 ഗ്രാമൊക്കെ എറിയാൻ അതാണ് സുഖം. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നത്. പിന്നെ മഴ കഴിഞ്ഞിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറല്ല. സൂര്യൻ അസ്തമിച്ച് അവിടെ നല്ലൊരു ഗോൾഡൻ കളറും